നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ വനിതാ പോലീസിനെ നിയന്ത്രിക്കാമല്ലോ. അങ്ങനെ ഒരു സാധ്യത തുറന്നു കിടക്കി. അത്രത്തോളം അഗ്രസീവ് ഒന്നും ആയിട്ടില്ല ആരും. 4 മുദ്രാവാക്യം വിളിച്ചു, ആ ബാരിക്കേഡിനെ ഒന്ന് പ്രഷർ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതിലൊന്ന് ഒരു ബാരിക്കേഡിൽ തള്ളുമ്പോഴേക്ക് ഇവിടെ ക്രമസമാധാനം എന്നൊക്കെ പറഞ്ഞു പോലെ. അങ്ങനെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് കല്ലും കൊണ്ടുപോയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പുരുഷ പോലീസ് വന്നിട്ട് ഈ വനിതാ പ്രവർത്തകരുടെ കർണ തടിക്കുകയാണ് ചെയ്യുന്നത്. അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കുക, ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ആ പുരുഷ പോലീസുകാരനെ കണ്ടെടുത്ത് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പറ്റില്ല. കാരണം പ്രതിഷേധിക്കാനുള്ള, ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇവിടെ അനുവദനീയമായ സ്ഥലത്താണ്. അല്ലാതെ ഇന്നലെ കോൺഗ്രസ് ചെയ്തതുപോലെ കമ്പം കല്ലുമൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ ചെന്നിട്ട് താണ്ടവാടല്ലോ ചെയ്തത്. ഏറ്റവും മുതിർന്ന മന്ത്രിമാർ പോലും പോയി പറഞ്ഞല്ലോ, ഇവിടെ സമരം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ചെല്ലുന്നതിനോടൊപ്പം അൺവാണ്ടഡ് എലമെൻറ്റ്സ്, ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ഒക്കെ തന്നെ അവരോടൊപ്പം കൂടുകയാണ് അവിടെ. ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ബാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ പല രാജ്യങ്ങളും ഭാരതത്തിൽ നടക്കുന്ന ഓരോ ചലനവും നിരീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വീടിന് മുൻപിൽ, രാഷ്ട്രപതി ഭവന് മുന്നിലൊക്കെ ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. അവിടെ പോയിട്ട് കല്ലുമായിട്ട് പോയി പ്രധാനമന്ത്രിയുടെ വീടിനെ ആക്രമിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ? അപ്പോൾ ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോഴേക്കും അതിനെ പുരുഷ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷേ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ശക്തമായിട്ട് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം കോൺഗ്രസ് നേരിടേണ്ടി വരും. അത് അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടി എടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കാം. ഓക്കെ.